അതാണ് ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്. എല്ലാവരോടും സൗഹൃദം കാത്തി സൂക്ഷിക്കുക. ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക. അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കുക. അല്ല, എനിക്കത് വേണം, എനിക്കിത് കുഴിമന്തിയേ പറ്റുള്ളൂ എന്ന് പറയണ്ട. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത്. നമ്മളത് തിന്ന അവർക്കൊരു സന്തോഷമാണ്. അതല്ലാതെ അവരെ ആരെയും നമ്മൾ വെറുപ്പിക്കേണ്ടതില്ല. അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു. ഞാൻ റോമിൽ പോയിരുന്നു. റോമിൽ നമ്മളൊരു സൽക്കാരത്തിന് ക്ഷണിച്ചു. പക്ഷെ അവർ തന്നെ പറയും, യു ഡോണ്ട് കം ബിക്കോസ് വി സെർവ് ദർ വൈൻസ്. അവർ പറഞ്ഞു, നിങ്ങളിപ്പം അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ സൽക്കാരുണ്ട്, പക്ഷേ യു ഡോണ്ട് കം ദർ ബിക്കോസ് വി ആർ സെർവിങ് വൈൻസ്. അവർ സ്നേഹപൂർവ്വം ക്ഷണിച്ചതാണ്, അവർ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സൽക്കാരാണ്. പക്ഷെ അവർ ഞങ്ങളോട് പറഞ്ഞു, യു ഡോണ്ട് കം, വി സെർവ് വൈൻസ്. അതൊരു തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളാണ്ട് പോയില്ല. അപ്പം അനുവദനീയമായത് തരുമ്പോൾ നമുക്ക് കഴിക്കാം. അതിൽ വാശി പിടിക്കൊന്നും വേണ്ട. കാരണം നമുക്ക് സ്നേഹവും സാഹോദര്യവും ഒക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കണം എല്ലാ വിഭാഗം ജനങ്ങളോടും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത് പറയുകയായിരുന്നു. മുൻപം വിഷയത്തിലൊക്കെ കേരളീയ സമൂഹം അതിനെ വല്ലാതെ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അകന്നു പോകുമായിരുന്ന രണ്ട് സമൂഹങ്ങൾ, ആ സമൂഹങ്ങളെ ഒരുമിപ്പിക്കുവാൻ വേണ്ടി രണ്ട് സമുദായങ്ങൾക്ക് സാധിച്ചു. ആ രണ്ട് സമുദായ നേതൃത്വവും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു, പ്രതികരിച്ചു. അതുകൊണ്ട് കേരളത്തിൽ ഒരു നല്ല കാഴ്ച ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ സമൂഹങ്ങളെയും ഇങ്ങനെ ഒരുമിച്ചിരുത്താനുള്ള പ്രവർത്തനങ്ങൾ, അത് പണ്ഡിത ദൗത്യം കൂടിയാണ്.